ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തായിരുന്നു. ഓൾറെഡി ഈ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആയി മാഡം. എൻ്റെ മിസ്സിസിന് ഇങ്ങനെ ഒരു നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയതിൽ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ ഉള്ളത് 6 months ആയിട്ട് മെഡിസിൻ കഴിക്കുന്ന പേഷ്യന്റ് ആണ്. 50% അസുഖം മാറിയെന്നാണ് പെറ്റ് സ്കാൻ റിപ്പോർട്ടിലൂടെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നെന്നും, അതായത് ഇവിടെ വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നെന്നും, ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പേഷ്യന്റ് ഹസ്ബൻഡുണ്ട്, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സർ നമസ്കാരം, പേരെന്താണ്? ഗണേശൻ എന്നാ മാഡം. പേഷ്യന്റ് പേര്? ലക്ഷ്മി ദേവി. സാറിന്റെ വൈഫാണോ? അതെ അതെ, എൻ്റെ വൈഫാ. എത്ര വയസ്സുണ്ട്? 61 വയസ്സ്. എവിടെ നിന്നാ വരുന്നത്? ബെല്ലാരി, കർണാടക. ബെല്ലാരി, കർണാടകയിൽ. ഓക്കെ. ഇവിടെ വരുന്ന സമയത്ത് എന്ത് ക്യാൻസർ ആയിട്ടാണ് വന്നത് ഇവിടേക്ക്? ലിവർ ക്യാൻസർ ആയിരുന്നു പുള്ളിക്കാരത്തേക്ക് ഉണ്ടായിരുന്നത്. ഉം. വയറുവേദനയുണ്ട്. പിന്നെ ഉണ്ടായിരുന്ന മുഴ കുറച്ച് വലിപ്പം കൂടി വരുന്നുണ്ടായിരുന്നു. ഉം. അത് കഴിഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആയത്. ഉം. 6 സൈക്കിള് ചെയ്തിരുന്നു. 6 പ്രാവശ്യം ചെയ്തിട്ടും ഈ വയറുവേദന മാറുന്നുണ്ടായിരുന്നില്ല. ഉം. വയറുവേദന ഒട്ടും കുറയാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പം വീണ്ടും വീണ്ടും മരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞു മാഡം. ഓക്കെ. എന്നാലും പൂർണ്ണമായിട്ടും മാറുമെന്ന് പറഞ്ഞില്ല. ഉറപ്പ് പറഞ്ഞില്ല അല്ലേ? ഇല്ല, ഓക്കെ. പറഞ്ഞില്ല. കുറയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ കുറവുണ്ട്. ഉം. പക്ഷേ ഈ വയറ്റ് വേദന മാത്രം കുറയുന്നില്ല. ഉം. പിന്നെ ഓക്കെ. റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം കുറവുണ്ട്, വളരെ ഭേദമായിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ അവിടെ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ്, ഉം. അതായത് ചികിത്സയ്ക്ക് മുമ്പ് ഉം. കുറച്ച് കുറവുണ്ടായിരുന്നു മാഡം. ഉം. വയറുവേദന മാത്രം കുറയുന്നില്ല. ഓക്കെ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഉം. ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെയുള്ളവരോടൊക്കെ മരുന്ന് വാങ്ങിക്കുന്നവരോടൊക്കെ ഞങ്ങൾ ചോദിച്ച് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഓക്കെ. അതിനുശേഷം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ കുറഞ്ഞോളും, ഉം. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ. മാസത്തിൽ 2 തവണ ഓൺലൈനായും ഫിസിക്കലായും 1 തവണ ഇവിടെ വരാനുമാണ് പറഞ്ഞത്. ഉം. ഇവിടെ വന്ന് ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പോകണം. അതുകൊണ്ടാണ്. ഞങ്ങളുടെ നാട് ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം ആയതുകൊണ്ടാണ് മാഡം. ഓക്കെ. വരുമ്പോൾ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അല്ലാത്ത സമയത്ത് കൊറിയർ അയച്ചു തരാറുണ്ട്. പുനർജനി തന്നെ അയച്ചു തരും അല്ലേ ഇവിടുന്ന് സാർ? മരുന്നൊക്കെ കൃത്യമായിട്ടും അയച്ചു തരാറുണ്ട്. അത് കിട്ടാറുമുണ്ട്. ഓക്കെ. കാലുവേദന, ഉം. കൈയുടെ വേദന, മുട്ടുവേദന, വയറുവേദന എല്ലാം നന്നായിട്ട് കുറയാൻ തുടങ്ങി. നല്ല കുറവുണ്ടല്ലേ? തലവേദനയെ ആദ്യം ഉണ്ടായിരുന്നു. ഉം. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നല്ല ആശ്വാസമുണ്ട്. ഓക്കെ. ഓക്കെ. നല്ല മാറ്റമാണല്ലോ. അതുകൊണ്ട് അവർക്കൊരു നല്ല ഉം. താങ്ക്സ് കൊടുക്കണം ഈ മാനേജ്മെന്റിന്. ഞങ്ങൾക്ക്, അതായത് എൻ്റെ മിസ്സിസിന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ഉം. ഇവിടുത്തെ ഡോക്ടർമാർക്ക്, മാനേജ്മെന്റിന്, സാറിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ സർ. എൻ്റെ മോന് ഡൽഹിയിലേക്ക് റെഫർ ചെയ്തെന്ന് പറഞ്ഞൊരു കോൾ വന്നിരുന്നു. ഉം. ബോംബെയിൽ ഞങ്ങൾ പോയി ചോദിച്ചിരുന്നു. ഉം. ആ സമയത്ത് അവിടെ അഡ്മിഷൻ അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നൈയിൽ ചോദിച്ചു. 15 ദിവസത്തിനുള്ളിൽ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. ഉം. അതിന് ഡിലേ വന്നാൽ ഇവർ ജീവിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് അവർ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഓ, ഞങ്ങൾ വിഷമിക്കണ്ട സർ. വിഷമിച്ച് പോയി മാഡം. സാരമില്ല സർ. ഇപ്പൊ ഇപ്പൊ ഓക്കെ ഇല്ലേ? ഇപ്പൊ ആ. കുഴപ്പമില്ല മാഡം. ഇപ്പൊ ഒരു കുഴപ്പമില്ല. സാരമില്ല സർ. ഇപ്പൊ എന്തായാലും ഒരു 6%ഓളം ഇപ്പൊ കുറവുണ്ടല്ലോ. നന്നായിട്ട് നല്ല കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാറ്റമാണ്. ഒരു പ്രശ്നമില്ല. ഓക്കെ. എന്നാലും ആ. ഉം. അവരും പേടിച്ച് കാണുമല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം കൊടുത്തു. സ്കാനിങ് 10 ദിവസം സ്കാനിങ്, അതുപോലെയുള്ള മറ്റ് ടെസ്റ്റുകളെല്ലാം നടന്നു. ഉം. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒരു 3 സൈക്കിൾസും കൂടെ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞു. ഉം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് അതെല്ലാം ചെയ്തിട്ട് മെഡിസിനും വാങ്ങി പോകണം. അതിന് ശേഷമാണ് ഉം. ഈ ഓക്കെ. വയറുവേദന പൂർണ്ണമായിട്ടും ഓക്കെ സർ. മാറിയത്. ഇപ്പം ഞങ്ങൾ വീണ്ടും മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഓക്കെ. വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ സർ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്തോളൂ. ഓ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ മതി. ഉം. അവര് ഫോളോ ആ അപ്പ് ചെയ്തോളും. ആ. നല്ല റിസൾട്ട് ആയതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സർ. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.